പലപ്പോഴും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻസ് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഫോൺ പോലും എടുക്കാൻ പറ്റുന്നില്ല ഡോക്ടറെ, അല്ലെങ്കിൽ ചപ്പാത്തി കുഴയ്ക്കാൻ പറ്റുന്നില്ല, ഡോറിന്റെ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. പക്ഷേ കുറച്ച് നേരം അവിടെ ഇരുന്ന് കൈയൊക്കെ ഒന്ന് അനക്കി കഴിയുമ്പോൾ, മുട്ടൊക്കെ ഒന്ന് മടക്കി കഴിയുമ്പോൾ, നടുവ് ഒന്ന് നിവർത്തി 5-10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ പതുക്കെ എനിക്ക് വേദന കുറഞ്ഞ് ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ കൈ പഴയ രീതിയിലാകും. പിന്നെ കുറച്ച് ആളുകൾ ചൂടുവെള്ളത്തിലെ കൈയൊക്കെ മുക്കി നന്നായിട്ട് എക്സസൈസ് ചെയ്യും. എന്താണ് ഈ ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ്? ഏർലി മോർണിംഗ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ്, രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ വേദന. കൈകൾക്കിപ്പം പല അസുഖങ്ങൾക്കും. അപ്പോൾ നീർക്കെട്ടുള്ള വിഭാഗത്തിൽ വരുന്ന റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ആങ്കൈലോസിസ് സ്പോണ്ടിലൈറ്റിസ്, SLE തുടങ്ങിയ ഭൂരിഭാഗം വാതരോഗങ്ങളും സീരിയസ് വാതരോഗങ്ങളൊക്കെ വരുന്ന ഇൻഫ്ലമേറ്ററി വിഭാഗത്തിൽപ്പെട്ടതാണ്. ജോയിൻസിൽ നീർക്കെട്ട് ഉണ്ടാകുന്നു, അതാണ് ഇൻഫ്ലമേഷൻ നിൽക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ജോയിൻസിൽ നീർക്കെട്ട് വരുമ്പോൾ നമ്മൾ കൈകൾ മൂവ് ചെയ്യുമ്പോൾ ഈ നീർക്കെട്ടെ കുറച്ചുകൂടി ലിംഫാറ്റിക്സിലൂടെ അകത്തോട്ട് കയറി പോകും. അതേസമയം നമ്മൾ കൈ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ നീർക്കെട്ട് അവിടെ കെട്ടിക്കിടക്കും. അതാണ് സംഭവിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, മരുന്നുകളെ കുറച്ച് കൊണ്ടുവരുന്ന സമയത്ത് ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ്, അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേദന വല്ലതും ഉണ്ടോ, സ്റ്റിഫ്നെസ് ഉണ്ടോ എന്ന് നോക്കുക. 2, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴാണോ കൂടുതൽ വേദന. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സീരിയസ് ആയിട്ടുള്ള ഒരു റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെയോ അതുപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും SLE യുടെയൊക്കെ ലക്ഷണമാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നല്ലൊരു റുമറ്റോളജിസ്റ്റിനെ കാണാൻ അവർ ഉപദേശിക്കുക.